ഓരോ പെണ്ണിനും അത് വ്യത്യസ്തമാണ്. അവളുടെ രതികേന്ദ്രങ്ങൾ കണ്ടെത്തുന്നവനാണ് അവളുടെ യഥാർത്ഥ ഇണ. മോളുടെ ഏറ്റവും തീവ്രതയേറിയ ഭാഗം പറയട്ടെ, കീഴ്ച്ചുണ്ടും മോണയും ചേരുന്ന ഭാഗം, കീഴ്ച്ചുണ്ടിനുള്ളിലെ ചുംബനം. മോളുടെ വിയർപ്പിനെപ്പോഴും അരച്ചെടുത്ത ചന്ദനത്തിന്റെ മണമാണ്. എപ്പോഴെങ്കിലും മോളുടെ ഭർത്താവ് മോളുടെ ശരീരത്തിന്റെ ഗന്ധത്തെപ്പറ്റി വർണ്ണിച്ചിട്ടുണ്ടോ? അപ്പോൾ അത് സുന്ദരിയാണ് കേട്ടോ. എനിക്ക് മോളുടെ ഏറ്റവും ഇഷ്ടമുള്ള ഭാഗം ഏതാണെന്നറിയാമോ? ഞാനത് രഹസ്യമായി ആസ്വദിക്കാറുണ്ട്. അതെന്താണെന്നറിയാമോ? പക്ഷെ മോൾക്ക് എന്നെ ഇഷ്ടമല്ലല്ലോ. അതുകൊണ്ട് ഞാനതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കുന്നു. ഈ ലോകത്ത് മറ്റാരേക്കാളും മോളെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്. അത് മോളുടെ ശരീരത്തെ മാത്രമല്ല, മനസ്സിനെ കൂടിയാണ്. ഞാൻ ഒരുപാട് ബോറടിപ്പിച്ചു മോളെ. പറയാനുള്ളത് മോളുടെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോ ഒരാശ്വാസം. ഇന്നിത്രയും മതി. വിരോധമില്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ഉരുളച്ചോറ് ബാക്കി വച്ചേക്കാമോ? ബുദ്ധിമുട്ടില്ലെങ്കിൽ മതി. ഞാനെന്നാ കുറച്ചു നേരം പോയി കിടക്കട്ടെ മോളെ. മോള് റെസ്റ്റ് എടുത്തോ. പോട്ടെ. മോള് കഴിക്കാനിരുന്നോ? എന്ന് ഞാനൊരുന്നേക്കാം. മോളെ എനിക്കാണോ? ഞാൻ ചോദിച്ചെനിക്ക് തന്നില്ല. എന്റെ ബാക്കി കഴിക്കാൻ നിങ്ങൾ ആരാ? എന്റെ കെട്ടിയാണോ? അപ്പോ ആളെ കൊണ്ടൊന്നും വല്ല ശല്യം ഉണ്ടായോ? ഇയാൾ ഇത്ര കാര്യമായിട്ട് എന്താ അതിനോട് പറയണേ? എനിക്കറിയില്ല, ഞാനൊന്നും ശ്രദ്ധിച്ചില്ല. എന്തായാലും ഇനിയൊരു 6 ദിവസം കൂടി ഇനി ശല്യത്തിന് സഹിച്ചാൽ മതിയല്ലോ.
ഇന്നെന്താ എന്നോടൊന്നും പറയാനില്ലേ? നോ, മതി വരുവോളം എനിക്കിന്ന് മോളെ നോക്കിയിരിക്കണം. ലാലു, നിനക്കെന്നെ ഇഷ്ടമാണോ? എന്താപ്പൂ, എനിക്ക് എന്നെ അത്ര ഇഷ്ടമാണ്. പക്ഷെ ഒരു 5 മിനിറ്റ് കൂടുതൽ നീ എന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നിട്ടില്ലല്ലോ. മോളെ, നീ ഒരു മിനിറ്റ് കണ്ണടച്ചിരുന്നേ. എന്തിന്? നിന്റെ കാതിലൊരു സ്വകാര്യം പറയാനാ. അപ്പൊ മോളെ, നീ എന്റെ ജീവനാണ്, ആത്മാവാണ്, പ്രാണനാണ്. ലാലു, നീ ഇന്നേ വരെ സ്നേഹത്തോടെ എന്റെ ചെവിയിൽ ഒരു കിന്നാരം പോലും പറഞ്ഞിട്ടില്ലല്ലോ. ബെസ്റ്റ്. ഈ കാശിൻ്റെയും പ്രശ്നങ്ങളുടെ ഇടയിൽ കിടക്കുമ്പോൾ അതിനപ്പം നേരം. മോളെ, നിനക്ക് അടിവയറ്റിൽ വേദന എടുത്ത് കിടക്കുന്ന ദിവസങ്ങളിൽ നിന്റെ ഭർത്താവ് നിനക്ക് നിന്റെ മുതുക് തടവി തരാറുണ്ടോ? ഇല്ലല്ലേ? അവൻ നിന്നെ മടിയിലിരുത്താറുണ്ടോ? കഥകൾ പറഞ്ഞു തരാറുണ്ടോ? കിന്നരിക്കാറുണ്ടോ? എപ്പോഴെങ്കിലും നിന്നെ നെഞ്ചിൽ കിടത്തി താലോലിച്ചിട്ടുണ്ടോ? നീ ആഗ്രഹിക്കുന്നില്ലേ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ അവന്റെ മാറിന്റെ ചൂട് പറ്റിക്കിടക്കാൻ? ഇനി വെറും 3 ദിവസങ്ങൾ, അത് കഴിഞ്ഞാ ഞാനും പോവും. പിന്നെ മോളും, വിരസത നിറഞ്ഞ ആ പഴയ ദിവസങ്ങളും പിന്നെയും വരും, അല്ലേ മോളെ? നാളെ ഒരു ദിവസം ഞാൻ അവധിയെടുക്കാണ്. എവിടെ? എനിക്ക് ചെറിയൊരു ബിസിനസ് മീറ്റുണ്ട്. ഇന്ന് രാത്രി ഞാൻ പോവും. പോയിട്ട് വരുമ്പോൾ മോൾക്ക് ഞാനൊരു സമ്മാനം തരാം. അന്ന് പറഞ്ഞില്ലേ എന്റെ ശരീരത്തിലെ ഏറ്റവും സുന്ദരമായ ഭാഗം ഏതാണെന്ന് പറയാന്ന്? അതേതാ? അത് പറയാൻ സമയമാവുമ്പോൾ ഞാൻ പറയാം. ഇപ്പം ഞാൻ പോട്ടെ. ഉം